ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഗലാത്യക്കാർക്കുള്ള ലേഖനം 3-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് ഇത്തവണ. 31-ാമത്തെ ചോദ്യം. ആത്മാവിന്റെ വാഗ്ദാനം നമ്മൾ പ്രാപിക്കേണ്ടത് എങ്ങനെയെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: വിശ്വാസം വഴി. 32-ാമത്തെ ചോദ്യം. അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹം ആരു വഴിയാണ് വിജാതീയരിലേക്ക് വ്യാപിക്കേണ്ടത്? ഉത്തരം: യേശു ക്രിസ്തു വഴി. 33-ാമത്തെ ചോദ്യം. ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ മനുഷ്യ സാധാരണമായി എന്ത് സംഭവിക്കാറില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ആരും അത് അസാധുവാക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. 34-ാമത്തെ ചോദ്യം. വാഗ്ദാനങ്ങൾ ലഭിച്ചത് ആർക്കാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: അബ്രഹാത്തിനും അവന്റെ സന്തതിക്കും. 35-ാമത്തെ ചോദ്യം. ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ ഉദ്ദേശിച്ചാണ് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. 36-ാമത്തെ ചോദ്യം. 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം: 430 വർഷമാണ് ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ വാസക്കാലം. അവർ അവിടെ നിന്നും വിട്ടുപോകുന്നതിന് ശേഷമാണ് നിയമം നിലവിൽ വന്നത്. 37-ാമത്തെ ചോദ്യം. 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം എന്തിനെ അസാധുവാക്കില്ലെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ദൈവം അബ്രഹാത്തിന് നൽകിയ വാഗ്ദാനത്തെ. 38-ാമത്തെ ചോദ്യം. അബ്രഹാത്തിനും സന്തതിക്കുമായി ദൈവം നൽകിയ വാഗ്ദാനം അസാധുവാകില്ലെന്ന് പറയാനുള്ള കാരണം എന്ത്? ഉത്തരം: കാരണം പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിലും ഇവിടെ ദൈവം അബ്രഹാത്തിന് അത് നൽകിയിരിക്കുന്നത് വാഗ്ദാനം വഴിയാണ്. അപ്പോൾ ഇവിടെ നിയമത്തിന് പ്രസക്തിയില്ല. 39-ാമത്തെ ചോദ്യം. വാഗ്ദാനം സിദ്ധിച്ചവന് എന്തുകൊണ്ടാണ് നിയമം നൽകപ്പെട്ടത്? ഉത്തരം: പാപങ്ങൾ നിമിത്തം. 40-ാമത്തെ ചോദ്യം. നിയമം എങ്ങനെയാണ് വിളംബരം ചെയ്യപ്പെട്ടത്? ഉത്തരം: ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ. 41-ാമത്തെ ചോദ്യം. മധ്യവർത്തിയുടെ ആവശ്യം വരുന്നത് എപ്പോഴാണ്? ഉത്തരം: ഒന്നിൽ കൂടുതൽ പേരുള്ളപ്പോൾ. 42-ാമത്തെ ചോദ്യം. ആരെയാണ് ഏകനെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം: ദൈവത്തെ. 43-ാമത്തെ ചോദ്യം. നിയമം എന്തിന് വിരുദ്ധമല്ലെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക്. 44-ാമത്തെ ചോദ്യം. ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ എന്ത് ഉണ്ടാകുമായിരുന്നു? ഉത്തരം: ആ നിയമം വഴി നീതി ഉണ്ടാകുമായിരുന്നു. 45-ാമത്തെ ചോദ്യം. നീതി ഉണ്ടാകാൻ എങ്ങനെയുള്ള നിയമമാണ് വേണ്ടത്? ഉത്തരം: ജീവദായകമായ നിയമം. 46-ാമത്തെ ചോദ്യം. വിശുദ്ധ ഗ്രന്ഥം എന്താണ് പ്രഖ്യാപിച്ചത്? ഉത്തരം: ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് പ്രഖ്യാപിച്ചു. 47-ാമത്തെ ചോദ്യം. എപ്രകാരമാണ് വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടത്? ഉത്തരം: യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. 48-ാമത്തെ ചോദ്യം. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുൻപ് നമ്മൾ എന്തിന്റെ കാവലിലായിരുന്നു? ഉത്തരം: നിയമത്തിന്റെ കാവലിലായിരുന്നു. 49-ാമത്തെ ചോദ്യം. വിശ്വാസം വെളിപ്പെടുന്നത് വരെ ഇങ്ങനെയാണ് കഴിഞ്ഞത്? ഉത്തരം: നിയന്ത്രണാധീനരായി കഴിഞ്ഞു. 50-ാമത്തെ ചോദ്യം. നിയമം നമ്മുടെ പാലകനായത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന്. 51-ാമത്തെ ചോദ്യം. നിയമം നമ്മുടെ പാലകനായത് എന്നുവരെയാണ്? ഉത്തരം: ക്രിസ്തുവിന്റെ ആഗമനം വരെ. 52-ാമത്തെ ചോദ്യം. ഇപ്പോൾ നമ്മൾ പാലകന് അധീനരല്ലാത്തത് എന്തുകൊണ്ട്? ഉത്തരം: വിശ്വാസം സമാഗമമായ നിലയ്ക്ക്. 53-ാമത്തെ ചോദ്യം. ഇവിടെ പാലകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ ഉദ്ദേശിച്ചാണ്? ഉത്തരം:
നിയമത്തെ. 54-ാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി എല്ലാവരും എന്താകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? എല്ലാവരും ദൈവപുത്രന്മാരാണ്.